എമൽഷനിൽ വേറെ രണ്ടും ഞാൻ പറഞ്ഞു, രണ്ട് ലിക്വിഡ്സ് ആണ്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ഒരിക്കലും മിക്സായി പോകാൻ പാടില്ല. ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്, ഒരെണ്ണം വാട്ടർ ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും, ഓയിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. എമൽഷൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് എമൽഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നത്, എമൽസിഫിക്കേഷൻ എന്ന് പറയുക. ഇനി നമ്മൾ ഇങ്ങനെ രണ്ടെണ്ണത്തിന് ലിക്വിഡ് മിക്സ് ചെയ്ത് എമൽഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിനോട് റിലേറ്റ് ചെയ്ത പ്രോപ്പർട്ടീസാണ് ഉണ്ടാവുക. എപ്പോഴും ലയോഫോബിക് സോൾസിന് റിലേറ്റ് ചെയ്ത പ്രോപ്പർട്ടീസാണ് കാണിക്കുക. അവിടെ ആ ഡ്രോപ്ലെറ്റ്സ് ഡിസ്പേഴ്സ് ചെയ്ത് ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഏത് സ്കാറ്ററിങ്, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. ടിൻഡാൽ എഫക്റ്റ് ഒക്കെ അവർ കാണിക്കും. അതുപോലെ മെയിൻലി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇലക്ട്രോഫോറസിസ് നടത്താൻ പറ്റും. ഇലക്ട്രോഫോറസിസ് നടന്നാൽ അവിടെ എന്ത് സംഭവിക്കും, കൊയാഗുലേഷൻ സംഭവിക്കും. ഇപ്പോൾ ലയോഫോബിക് ക്യാരക്ടർ കാണിക്കുക. അപ്പോൾ അവരുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം കുറവാണ്. എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി കുറയാൻ കാരണം, അവരുടെ ഇന്റർഫേഷ്യൽ ടെൻഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായതുകൊണ്ട് ആ രണ്ട് ഫേസും ബ്രേക്ക് ചെയ്ത് രണ്ട് ലെയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അവരുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവരുടെ സ്റ്റെബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റേബിൾ എമൽഷൻസ് നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്യും, ആ രണ്ട് ലിക്വിഡ്സിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് എന്ത് ആഡ് ചെയ്യണം, എമൽസിഫയർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എമൽസിഫയർ ആഡ് ചെയ്യുന്നത്, അവിടുത്തെ ഇന്റർഫേഷ്യൽ ടെൻഷൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമൽസിഫയർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റെബിലിറ്റിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എമൽസിഫയിങ് ഏജൻസ് എന്താ ചെയ്യുക, ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറക്കണം. രണ്ട് ലിക്വിഡ്സിൻ്റെ ഇടയിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറച്ച് കഴിഞ്ഞ് അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡ്രോപ്ലെറ്റ്സിൻ്റെ ഇടയിൽ എന്താണ്, ഒരു കോട്ടിംഗ് ഫോം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്റർഫേഷ്യൽ അപ്പോൾ എമൽസിഫയർ എങ്ങനെ ആക്ട് ചെയ്യുക, അവർ ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറക്കും. നമ്മൾ ലിക്വിഡ്സിൻ്റെ മുകളിൽ ഒരു ലെയർ ഫോം ചെയ്യുക, ഒരു കോട്ടിംഗ് ഫോം ചെയ്തിട്ടാണ് ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറക്കുന്നത്. അപ്പോൾ ഈ കോട്ടിംഗ് കാരണം എന്ത് നടക്കില്ല, ആ പാർട്ടിക്കിൾസ് തമ്മിൽ അഗ്രഗേറ്റ് ചെയ്യില്ല. അഗ്രഗേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ എന്താ, കൊയാഗുലേഷനും നടക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ എമൽഷൻസിന് എന്ത് കിട്ടും, സ്റ്റെബിലിറ്റി കിട്ടും. ഇനി എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സോപ്പും ഡിറ്റർജൻസാണ്. നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറിൽ എന്ത് ആഡ് ചെയ്യും, നമ്മൾ സോപ്പ് ആഡ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ സോപ്പും ഡിറ്റർജൻസൊക്കെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, എമൽസിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ അവർ എന്താ, ക്ലെൻസിങ് ആക്ഷൻ എന്ന് പറയുന്നത് എമൽസിഫയിങ് ആക്ഷനെയാണ് നമ്മൾ ക്ലെൻസിങ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടീൻസ് അതുപോലെ ഗംസ് ഒക്കെയാണ് എന്ത്, വേറൊരു ക്ലാസ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമൽസിഫയർ. വേറെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ബേസിക് സൾഫേറ്റ്സ് ഓഫ് FeCuNa, ഇതിൻ്റെയൊക്കെ സൾഫേറ്റ്സ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. എമൽസിഫയേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട്